സ്വന്തം ജീവിതാനുഭവങ്ങളുടെ തിരിച്ചുളയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സമുന്നത ആശയത്തിന് രൂപഭാവങ്ങളേകിയ ശ്രീമതി കലാകമൽ മകളാണ് ബോധ്യത്തിൻ്റെ ഡയറക്ടറും ഇനിഷ്യേറ്ററും. ഇക്ഫ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് കൗൺസിലർ, മോട്ടിവേഷണൽ സ്പീക്കർ, യൂട്യൂബർ, ഭക്തിഗാന രചയിതാവ്, കമ്പോസർ, അഭിനേത്രി എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീമതി കലാകമൽ മകളിനെ ചടങ്ങിന് സ്വാഗതം ആശംസിക്കാനും അതോടൊപ്പം ബോധ്യത്തിന് ഒരാമുഖം നൽകുവാനും ഹൃദ്യമായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ക്ഷണിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ ഉന്നതമായ നമസ്കാരം. ബോധ്യമെന്ന സ്ത്രീ സുരക്ഷാ സമിതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും എൻ്റെ ഗുരുനാഥനായ ആത്മീയ പിതാവുമായിരിക്കുന്ന ശ്രീ ഗുരു മനോജ് കെ.ജിയുടെ സത്യദേവ പുസ്തകമാണ് ദ ഗോസ്പൽ ഓഫ് മനോജിന്റെ പുസ്തക പ്രകാശനവും നടത്തുന്ന ഈ വേദിയിൽ എൻ്റെ കർത്തവ്യം സ്വാഗതം അറിയിക്കുക എന്നതാണ്. എന്നാൽ അതിനു മുൻപായി എന്താണ് ബോധ്യം എന്നത് ഈ വേദിയിൽ നിന്നുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ സമിതി? സാമൂഹിക സാമുദായിക സംസ്കാരത്തിൽ നിന്നും അതായത് കൂട്ടുകുടുംബ വ്യവസ്ഥയിലേക്ക് മനുഷ്യർ ആദ്യം ഒരു പരിണാമം സംഭവിച്ചു. അത് കഴിഞ്ഞ് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ സംസ്കാരത്തിലേക്ക് അടുത്ത പരിണാമം സംഭവിച്ചു. ഇപ്പോൾ ഈ ആധുനിക യുഗത്തിൽ കൂട്ടുകുടുംബ സംസ്കാരത്തിൽ നിന്നും സങ്കുചിത വ്യക്തിഗത മനോഭാവത്തിലേക്ക് മനുഷ്യരെല്ലാവരും ചുരുങ്ങി. വ്യക്തിഗത മനോഭാവത്തിലേക്ക് മനുഷ്യൻ വന്നപ്പോൾ നമുക്ക് ചുറ്റും നാം ഇന്ന് കാണുന്നത് പോലെ മനുഷ്യന് ഹൃദയം തുറന്നുള്ള പരസ്പര ആശയ വിനിമയത്തിനുള്ള സാധ്യതകൾ കുറഞ്ഞത് കാരണം ആത്മഹത്യാ പ്രവണതകളും മാനസിക സംഘർഷങ്ങളും വർദ്ധിക്കാനായിട്ടിടയായി. വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും നിലനിൽപ്പിന്റെ പ്രധാന ഘടകം പരസ്പരം മനസ്സ് തുറന്നുള്ള ആശയവിനിമയമായതുകൊണ്ട് എന്നാൽ ഇന്ന് കുടുംബത്തിനകത്ത് ഭർത്താവിൻ്റെതായിട്ടുള്ള ലോകത്തിലും ഭാര്യയുടേതായിട്ടുള്ള ലോകത്തിലും എല്ലാവരും ചുരുങ്ങിയപ്പോൾ മക്കളും ഉൾപ്പെടുന്നുണ്ട്. മക്കളുടേതായിട്ടുള്ള ലോകത്തിൽ അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ലോകത്തിൽ ചുരുങ്ങിയപ്പോൾ ശരിയായിട്ടുള്ള ആശയവിനിമയം നടക്കാതെ വരികയും അതിനോടനുബന്ധിച്ച് മാനസിക സമ്മർദ്ദം കൂടാനും തുടങ്ങി. ഇത് ക്രമേണ കുടുംബത്തിൻ്റെ വിള്ളലുകൾക്കും വ്യക്തിബന്ധങ്ങളിലുള്ള അകൽച്ചയ്ക്കും ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങൾക്കും കാരണമാവുകയും ക്രമേണ ആത്മഹത്യ, ലഹരിക്ക് അടിമപ്പെടൽ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ എന്നിങ്ങനെയുള്ള നീചമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യാൻ തക്കവണ്ണം മനുഷ്യന്റെ മാനസിക നില അധപതിക്കാനായിട്ട് ഇടയായി. സാധാരണ രീതിയിൽ നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഈ അവസ്ഥയിൽ നിന്നും സ്വയം മോചനത്തിന് വേണ്ടി ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. എന്നാൽ പലപ്പോഴും അവർ ചെന്ന് വീഴുന്നത് സോഷ്യൽ മീഡിയക്കകത്ത് ദുരുദ്ദേശത്തോടു കൂടി മുതലെടുപ്പിന് വേണ്ടി സജ്ജമാക്കി വെച്ചിരിക്കുന്ന ചതിക്കുഴികളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും മുതലെടുത്ത് അപായപ്പെടുത്തുന്ന സംവിധാനങ്ങളെക്കുറിച്ചും ഒപ്പം മനുഷ്യന്റെ മനസ്സിന്റെ താളം തെറ്റിയുള്ള ജീവിതക്രമത്തെ യഥാസ്ഥാനപ്പെടുത്താനും അതിലേക്കായി അവരെ സഹായിക്കാനും എന്ത് ചെയ്യാമെന്നുള്ള ദീർഘനാളത്തെ ആലോചനയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയത്തിൽ നിന്നാണ് ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ സമിതി ഉടലെടുക്കുന്നത്. ബോധ്യത്തിന്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നത് പരസ്പര ആശയവിനിമയമില്ലായ്മ എന്ന പ്രശ്ന പരിഹാരത്തിന് വേണ്ടി സുതാര്യവും വിശ്വാസയോഗ്യവുമായ രീതിയിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പരസ്പര ആശയവിനിമയത്തിനായി 1000 വനിതാ സന്നദ്ധ പ്രവർത്തകരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ്. ഈ പരസ്പരമുള്ള ആശയവിനിമയ വേളയിൽ ഏതെങ്കിലും സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ശാരീരികമായോ മാനസികമായോ ഉള്ള ബുദ്ധിമുട്ടുകളോ കൂടാതെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളോ പീഡനങ്ങളോ മറ്റെന്തെങ്കിലും കുറ്റകൃത്യങ്ങളോ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം സർക്കാരിന്റെ അതാത് വകുപ്പിലെ അധികാരികളുമായി സഹകരിച്ചുകൊണ്ട് വേഗത്തിൽ ഈ വ്യക്തികളുടെ ജീവിതത്തിൽ പ്രശ്നപരിഹാരം നടത്തുന്നതിന് വേണ്ടി മനുഷ്യാവകാശ നിയമത്തിന്റെ പിൻബലത്തോടെ ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ സമിതി ചുവടുവെക്കുന്നു. ഇതുകൂടാതെ സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഉന്നമനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഓരോ കാലഘട്ടത്തിലെയും സർക്കാരിന്റെ വിവിധ പദ്ധതികളുമായി കൈകോർത്തുകൊണ്ട് നടപ്പിലാക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളും ബോധ്യത്തിലുണ്ടാകും.
മുകളിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികൾ നിറവേറ്റുന്നതിന് വേണ്ടി വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സാമൂഹിക കൂട്ടായ്മകളിലും ബോധവൽക്കരണവും പരിശീലന പരിപാടികളും ബോധ്യം സംഘടിപ്പിക്കുന്നതാണ്. അതുപോലെ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി MSW പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി പരിചയത്തോടുകൂടിയ പരിശീലനവും ബോധ്യം നൽകുന്നതായിരിക്കും. ബോധ്യത്തിന്റെ അചഞ്ചലമായ നിലനിൽപ്പെന്നത് സമാന ചിന്താഗതിയുള്ള കരുത്തുറ്റ സ്ത്രീ നേതൃത്വത്തിന്റെ ഒരു വൻനിരയാണ്. സംസ്ഥാന ജില്ലാ തലത്തിൽ അത്തരത്തിൽ കഴിവുറ്റ സ്ത്രീ ശക്തികളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ആകെ തുകയാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങ്. കേരളമാകെ സ്ത്രീകൾ സ്ത്രീകളാൽ സ്ത്രീകൾക്ക് വേണ്ടി രൂപപ്പെടുത്തിയിരിക്കുന്ന ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ചിറകുകൾ വിടർത്തുന്നതിനായി വീണ്ടും കർമ്മോത്സുകരായ സമാന ചിന്താഗതിയുള്ള സ്ത്രീ ശക്തികളെ വിവിധ നേതൃത്വ സ്ഥാനങ്ങളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ബോധ്യം എന്നത് ഇന്ന് കാണുന്ന ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു സ്ത്രീ സംഘടനയല്ല എന്നത് പ്രത്യേകം ഓർമ്മിപ്പിക്കാം. ഇന്ന് നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ സ്ത്രീ ശക്തികളും അവരവരുടെ കുടുംബത്തിലെയും സമൂഹത്തിലെയും പുരുഷന്മാർക്ക് വളരെ ഏറെ മൂല്യം കൽപ്പിക്കുന്നവർ തന്നെയാണ്. ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി നിലനിൽക്കുന്നത് കുടുംബങ്ങളുടെയും വ്യക്തിബന്ധങ്ങളുടെയും ഛിദ്രതയ്ക്കല്ല, മറിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വേരൂന്നിയുള്ള സുരക്ഷിതത്വത്തിനും ഐക്യത്തിനും വേണ്ടിയാണ്. സർക്കാർ രജിസ്ട്രേഷനുള്ള ലൈഫ് ഗിവിംഗ് ന്യൂസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിലാണ് ബോധ്യം എന്ന സ്ത്രീ സുരക്ഷാ സംഘടന ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മുന്നോട്ടുള്ള സുഗമമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബോധ്യം കമ്മീഷൻ രൂപീകരിക്കുന്നതാണ്. ബോധ്യത്തിന്റെ വിജയകരമായ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ബോധ്യം ഉണ്ടെന്ന ബോധം ഉണ്ടാകട്ടെ.